ഹലോ ഓൾ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ആരി എംബ്രോയ്ഡറിയിൽ സീക്വൻസ് യൂസ് ചെയ്തിട്ട് ബേസിക് സ്റ്റിച്ചസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ ഷുഗർ ബീഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന നീഡിൽ എടുത്തിട്ടുണ്ട്. പിന്നെ സരി ത്രെഡ്, സ്യൂവിങ് ത്രെഡ്, സീക്വൻസ്, ഷുഗർ ബീഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം ഇതാ സ്യൂവിങ് ത്രെഡ് ലൈനിൽ നോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നീഡിൽ കുത്തിയിട്ട് നമ്മൾ ത്രെഡ് വന്നിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. ഈ വലിച്ചെടുത്ത ത്രെഡിൻ്റെ അടിയിലായിട്ട് നമ്മൾ സീക്വൻസ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു സ്റ്റിച്ചിങ്ങനെ ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ആ സീക്വൻസിൻ്റെ എൻഡില്ലേ അവിടെയും നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ത്രെഡ് പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ അഗെയിൻ ഈ സീക്വൻസ് വന്നിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. സീക്വൻസിൻ്റെ എൻഡിൽ ഒരു സ്റ്റിച്ച്. അപ്പോൾ ഈ കാണുന്ന പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ത്രെഡിൻ്റെ അടിയിലേക്കാണ് നമ്മൾ സീക്വൻസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡിലും, അതായത് ഒരു സീക്വൻസിൽ തന്നെ രണ്ട് സ്റ്റിച്ചസ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇപ്പം നമുക്കൊരു ലൈനിൽ, അതായത് ഇങ്ങനെ സിംഗിൾ സീക്വൻസ് ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്താ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എവിടെയാണോ നിങ്ങൾക്ക് ആ ഡിസൈൻ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എൻ നോട്ട് ഇട്ടിട്ട് വന്നിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ അവിടെ എൻ നോട്ട് ഇട്ടിട്ട് ഈ ഒരു ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഒരു മെത്തേഡ് ഓഫ് സ്റ്റിച്ചിങ് ആണ്. ഇനി സെക്കൻഡ് ടൈപ്പ് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനൊരു പിങ്ക് കളർ സീക്വൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതാ ഒരു ത്രെഡ് എടുത്തു. എന്നിട്ട് ആ ത്രെഡിൻ്റെ ഉള്ളിലേക്കാണ്, ആ ത്രെഡിൻ്റെ ഉള്ളിൽ നമ്മൾ സീക്വൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് ആ എടുത്ത ത്രെഡിലേക്ക് അഗെയിൻ നമ്മൾ ഒരു സീക്വൻസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഞാൻ ത്രെഡ് എടുത്തു. ഈ ത്രെഡിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തത്. എന്താ വെച്ചാൽ ആ ത്രെഡിൻ്റെ അടിയിലാണ് നമ്മൾ സീക്വൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആ ത്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ത്രെഡ് വൺസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സീക്വൻസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ സീക്വൻസ് എല്ലാം വന്നിട്ട് ഓവർലാപ്പായിട്ട്, അതായത് ഒരു സീക്വൻസിൻ്റെ മുകളിൽ ഇനിയൊരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഈ ഒരു രീതിയിലായിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, ഇപ്പം നമുക്ക് ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഷൈനി എഫക്റ്റ് അല്ലെ കുറച്ച് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ എന്താ അതുപോലെ ഒരു ഷോർട്ട് ലൈനിൽ വന്നിട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് നീഡിൽ വന്നിട്ട് ഇടുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സീക്വൻസ് ആയിട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 സീക്വൻസ് എത്ര വേണമെങ്കിലും നമുക്ക് ലോഡ് ചെയ്തിടാം. പക്ഷെ അത് ആ നീഡിൽ നിന്ന് ആ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ നോക്കിയിട്ട് ഒരു സീക്വൻസ് ആയിട്ട് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ആ രീതിയിൽ ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ സീക്വൻസിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡായിരിക്കും, അതായത് ഒരു സീക്വൻസിൻ്റെ മുകളിൽ വേറൊരു സീക്വൻസ് വരുന്ന രീതിയിൽ ഓവർലാപ്പായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളുടെ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എൻ നോട്ട് ഇട്ട് ഈ ഒരു ഇത് വന്നിട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് മെത്തേഡ് കേട്ടോ. ഇനി നമുക്ക് തേർഡ് ടൈപ്പ് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ തേർഡ് ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്ത ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തില്ലേ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളൊരു ഷുഗർ ബീഡും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടുത്തെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ആ ത്രെഡിൻ്റെ അടിയിലേക്ക് നമ്മളൊരു സീക്വൻസ് വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സീക്വൻസിൻ്റെ എൻഡിൽ നമ്മൾ അഗെയിൻ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഒരു ഷുഗർ ബീഡ് നമ്മൾ ത്രെഡ് പുറത്തെടുക്കുന്നു, അടിയിലേക്കൊരു സീക്വൻസ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്റ്റിച്ച് ഇടുക, ആ പോയിൻറ്റിൽ നിന്ന് അഗെയിൻ എൻഡിലേക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാറ്റി ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് വന്നിട്ട് ഷുഗർ ബീഡാണ്. അപ്പോൾ ഈ ഷുഗർ ബീഡിന് പകരമായിട്ട് നമുക്ക് കട്ട് ബീഡ്സ്, അതുപോലെ ട്യൂബ് ബീഡ്സ്, അല്ല വേറെ എന്തെങ്കിലും ഇതുപോലും നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മളുടെ ആ ഒരു ഐഡിയ, അല്ല നമ്മളുടെ ആ ഒരു ഡിസൈനിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് മാറ്റി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു തേർഡ് മെത്തേഡാണ്.
ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സീക്വൻസ് ആവട്ടെ ബീഡ്സ് ആവട്ടെ ഏത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഏതാണോ സീക്വൻസ് എടുക്കുന്നത് ആ സീക്വൻസിൻ്റെ കളറിന് മാച്ച് ആവുന്ന രീതിയിൽ ത്രെഡ് എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ത്രെഡ് വന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ ത്രെഡിൻ്റെ കളർ വേറെ ഹൈലൈറ്റ് ചെയ്ത് കാണില്ല. ഓക്കെ, ഇപ്പം ഞാൻ എന്താ വെച്ചാൽ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടും ഇതൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. റീസൺ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് വിസിബിളായി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു സീക്വൻസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എൻഡ് നോട്ട് ഇട്ടിട്ട് ഈ ഒരു ഡിസൈൻ വന്നിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ എൻഡ് നോട്ട് ഇട്ടിട്ട് ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 മെത്തേഡ്സ് ഇതുവരെയായിട്ട് നോക്കി. ഇനി നമുക്ക് 4th ടൈപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് 4th ടൈപ്പ് വന്നിട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് വന്നിട്ട് ഗോൾഡൻ സരി ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഈ സരി ത്രെഡിൽ ഞാൻ ഇവിടെ നമ്മൾ സെക്കൻഡ് ടൈപ്പിൽ ചെയ്തില്ലായിരുന്നു, അതായത് കുറച്ചൊന്ന് ഓവർലാപ്പ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സെക്കൻഡ് ടൈപ്പിൽ ചെയ്ത പോലെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു 3 സീക്വൻസ് വന്നിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം എന്താ വെച്ചാൽ നമ്മൾ സരി ത്രെഡിൽ തന്നെ നോർമലായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ അവിടെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് ആ സരി ത്രെഡിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ആ ഒരു സെക്കൻഡ് ടൈപ്പിൽ നോക്കിയ പോലെ ഓവർലാപ്പ് മെത്തേഡിൽ ഒരു 3 സീക്വൻസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു സീക്വൻസിൻ്റെ ആ ഒരു ഗ്ലേസിനെസ്സും അതുപോലെ തന്നെ നമ്മളുടെ സരി ത്രെഡിൻ്റെ ആ ഒരു എഫക്റ്റും നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ടൈപ്പാണ്. എല്ലാതും വന്നിട്ട് ഒരു മെത്തേഡിനെ ബേസ് ചെയ്ത്, അപ്പോൾ നമുക്ക് നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും അത് മാറ്റി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ സരി ത്രെഡ് എടുത്തു, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അഗെയിൻ നമ്മൾ സീക്വൻസിൽ തന്നെ ഓവർലാപ്പായി ചെയ്യുക. ഇനിയിപ്പോൾ ഈ സീക്വൻസിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കളേഴ്സ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഈ 3 സീക്വൻസിന് നമുക്കിപ്പോൾ 3ഉം ഒരേ കളറാണ് യൂസ് ചെയ്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കോൺട്രാസ്റ്റ് ആയിട്ട് വേറെ ഡബിൾ കളറായിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തെ സരി ത്രെഡ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എൻഡ് നോട്ട് ഇട്ടിട്ട് ഇത് ഫിനിഷ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫൈനലായിട്ട് ഇങ്ങനെയായിരിക്കും കാണാനുണ്ടാവുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 4 ടൈപ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന ക്ലാസ്സസിലൊക്കെ വന്നിട്ട് നമുക്ക് ഈ സീക്വൻസ് യൂസ് ചെയ്തിട്ട് തന്നെ എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആരി എംബ്രോയിഡറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ വന്നിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.